can minimize agitation in a disturbed client? How a nurse can minimize agitation in a disturbed client? The options are increasing stimulation, limiting unnecessary interaction, increasing appropriate sensory perception, and ensuring constant client and staff contact. കുറച്ചുകൂടി ഈസി ക്വസ്റ്റ്യൻ ആണ്. Okay, so let's see. Option B is the correct one. അധികം കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. അജിറ്റേറ്റഡ് ക്ലയന്റ് ആണ്. അജിറ്റേഷൻ എങ്ങനെ കുറയ്ക്കാം? അപ്പൊ ഓരോ ഓപ്ഷൻസും നമ്മൾ വായിച്ചു നോക്കാം. ഇൻക്രീസിങ് സ്റ്റിമുലേഷൻ, അത് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു അജിറ്റേഷൻ ലോവറിംഗ് ഇന്റർവെൻഷനിലും ഇൻക്രീസിങ് സ്റ്റിമുലേഷൻ പറയുന്നില്ല. ഓൾ ദി സ്റ്റിമുലസ് ഷുഡ് ബി ഡിക്രീസ്ഡ്. ഡിക്രീസ് ചെയ്യാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ഇൻക്രീസിങ് അപ്രോപ്രിയേറ്റ് സെൻസറി പെർസെപ്ഷൻ, അവിടെയും അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സെൻസറി പെർസെപ്ഷൻ കൂട്ടുന്ന എല്ലാ സ്റ്റിമുലസും എല്ലാ സോഴ്സസും നമ്മൾ എന്ത് ചെയ്യുക, തടയുക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എയും സിയും ഇൻകറക്റ്റ് ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും സിയും നമുക്ക് കളയാം. എൻഷുറിംഗ് കോൺസ്റ്റന്റ് ക്ലയന്റ് ആൻഡ് സ്റ്റാഫ് കോൺടാക്ട്. സോ ഇപ്പൊ ഇതൊരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് സൈക്കാട്രിയിൽ നിന്ന്. അപ്പൊ ഇതിനെ പറ്റി കുറച്ച് പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. ഒരു അഗ്രസീവ് ബിഹേവിയർ ഉള്ള ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വയലൻസ് ഇനി റിസ്ക് ഉള്ള പേഷ്യന്റിനെ നമുക്ക് എങ്ങനെ ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യാം? കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ അതിലാദ്യത്തെ ഹെഡിങ് ആണ് സേഫ്റ്റി മെഷേഴ്സ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് അപ്രോപ്രിയേറ്റ് സേഫ്റ്റി പ്രോട്ടോകോൾസ് ടു എൻഷുർ ദ ഫിസിക്കൽ സേഫ്റ്റി ഓഫ് ദ പേഷ്യന്റ്, സ്റ്റാഫ് ആൻഡ് അതർ പേഷ്യൻസ്. അപ്പൊ നമുക്ക് വയലൻസ് റിസ്ക് ഉള്ള എല്ലാ പേഷ്യൻസിന്റെയും നമുക്ക് പ്രയോറിറ്റി ആയിട്ട് എല്ലാ സ്റ്റാഫും ഓർത്തിരിക്കേണ്ടത് സേഫ്റ്റി എൻഷുർ ചെയ്യാന്നുള്ളതാണ്. ടു പ്രൊമോട്ട് സേഫ്റ്റി അല്ലെങ്കിൽ ടു എൻഷുർ സേഫ്റ്റി, ദാറ്റ് ഈസ് ദ ഫോർമോസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, ഡെസിഗ്നേറ്റ് എ ക്വയറ്റ് ആൻഡ് സെക്യൂർ ഏരിയ where the patient can be temporarily isolated during aggressive episodes. ആ പോയിന്റിൽ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ക്വയറ്റ് എൻവയോൺമെന്റ് ആയിരിക്കണം. That means stimulus must be decreased. Okay. And provide staff training on crisis prevention and de-escalation techniques. Then, establishing therapeutic nurse-patient relationship. വയലൻസിന് സാധ്യതയുള്ള പേഷ്യന്റ് എപ്പോഴും ഒരു we should maintain a trusting relationship. പേഷ്യന്റ് നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. And we should build a good rapport with the patient. And we must be non-judgmental. അതും കഴിഞ്ഞ ഒരു തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. പേഷ്യന്റിന്റെ ബിഹേവിയർ അനുസരിച്ച് നമ്മൾ പേഷ്യന്റിനോട് ബിഹേവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്റ്റാഫ് എങ്ങനെയാ വിചാരിക്കേണ്ടത്? അത് അവരുടെ അസുഖം കാരണമാണ് അവർ അങ്ങനെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. സോ വി മസ്റ്റ് ബി നോൺ ജഡ്ജ്മെന്റൽ. അത് സാധാരണ നെഗറ്റീവ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റൽ ആവാൻ പാടില്ല. നോൺ ജഡ്ജ്മെന്റൽ ആണ് നമ്മൾ ഇവിടെ സ്വീകരിക്കേണ്ട നമ്മളുടെ ഒരു ബിഹേവിയർ. വി ഷുഡ് ഹാവ് എംപത്തറ്റിക് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ലിസണിങ്. നമ്മുടെ പേഷ്യൻസിന്റെ വയലൻസ് വീണ്ടും കൂട്ടാൻ സാധ്യതയാണ്. അവര് ഡീലിറ്റിലിംഗ് എന്ന് വെച്ചാൽ എന്താ? അവരുടെ ഇമോഷൻസും അവരുടെ കൺസേണും നമ്മൾ ചെറുതായിട്ട് കാണുക. അതാണ് ഡീലിറ്റിലിംഗ്. അത് പേഷ്യൻസിനെ കൂടുതൽ അഗ്രസീവ് ആക്കും. അപ്പൊ നമ്മുടെ ആക്റ്റീവ് ലിസണിങ് ടെക്നിക്സ്, നമ്മൾ പേഷ്യന്റിനെ കരുതുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ലിസണിങ് ടെക്നിക്സ് നമ്മളെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇൻവോൾവ് ദ പേഷ്യന്റ് ഇൻ ദ കെയർ പ്ലാനിങ് പ്രോസസ്. ബിഹേവിയർ മാനേജ്മെന്റ് ടെക്നിക്ക് വേണം. അതിനകത്തുള്ളത് നമ്മൾ എല്ലാത്തിനകത്തും പറയുന്ന പോലെ ഡീപ് ബ്രീത്തിങ് എക്സസൈസസ്, റിലാക്സേഷൻ ടെക്നിക്സ്, ജേർണലിംഗ് മീൻസ് വാട്ട്? പേഷ്യന്റിന്റെ ബിഹേവിയർ പേഷ്യന്റിനോട് തന്നെ നമ്മൾ ഡയറി ആക്കാൻ പറയാം. ദ ഇമോഷൻ ഷുഡ് ബി വെന്റിലേറ്റഡ് and implement behavior modification techniques. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസും ഇമ്പോർട്ടന്റ് ആണ്. ഒരു വയലന്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന പേഷ്യന്റിനോട് നമ്മൾ എപ്പോഴും ക്ലിയർ ആയിട്ടുള്ള കൺസൈസ് സിമ്പിൾ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാവൂ. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസും അവിടെ പാടില്ല. നമ്മൾ എങ്ങനെ ആയിരിക്കണം? ക്ലിയർ, കൺസൈസ് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. Then we have to maintain such as gestures and visual aids to enhance understanding. അഗ്രസീവ് ക്ലയൻസ് ഒക്കെ നമ്മൾ പറയുന്ന കാര്യം മൊത്തം അവർ ശ്രദ്ധിക്കണമെന്നോ മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ നമുക്ക് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ എന്താണോ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അത് അവരിലേക്ക് എത്തണമെങ്കിൽ we should have some good gestures. Okay, മാക്സിമം കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് വൈഡൻ ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്ക് സിമ്പിൾ ക്ലിയർ ആവുന്നതോടൊപ്പം നമ്മൾ ജെസ്റ്റേഴ്സും അതുപോലുള്ള വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താം. ഓക്കെ.